ഹായ് പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, സ്മിതക്കുട്ടി ഇന്നൊരു പുതിയ ഐറ്റം കാണിക്കാനാണ് നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത്. ഈ മീനിനെ നിങ്ങൾ എന്താ പറയാ? ഞങ്ങളുടെ നാട്ടില് ഇതിനെ കണമ്പ് എന്ന് പറയും. ശ്യാമേട്ടനോട് ചോദിച്ചപ്പോ ഏട്ടന് വലിയ പിടിയില്ല. ഏട്ടനപ്പോ നീലക്കടമ്പുകളെ എന്നുള്ളതിന് പകരം നീലക്കണമ്പുകളെ എന്നൊക്കെ ഇങ്ങനെ പാടും. അപ്പോ കുറച്ചു ദിവസം ഫ്രീസിലിരുന്ന മീനാണേ. എന്തുകൊണ്ടാണ് ഞാൻ ഈ മീനുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വന്നതെന്ന് വെച്ചാലേ, നമ്മൾ ഒരുപാട് പേര് മീൻ മുറിക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലേ? ചിലര് വാങ്ങുന്നവർ എവിടെ നിന്ന് വാങ്ങുന്നോ അവരെ കൊണ്ട് തന്നെ മുറിച്ച് മേടിക്കും. ജോലിക്കൊക്കെ പോകാൻ ഒരുപാട് വീട്ടിലെ പണികളൊക്കെ ചെയ്തിട്ട് പാടുപെടുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ മുറിച്ച് മേടിച്ചിട്ട് വരും. അതാണ് അവർക്ക് ഈസി. പക്ഷേ സ്മിതക്കുട്ടി ഒരിക്കലും മീൻ മേടിക്കുമ്പോ മുറിച്ച് മേടിക്കാറില്ല. പിന്നെ ഇങ്ങനെയുള്ള മീനുകളൊക്കെ സ്മിതക്കുട്ടിക്ക് കിട്ടുന്നതേ എന്റെ ജോസച്ചായൻ ഫിഷ് ഡീലറാണ് കേട്ടോ. ഇവിടെ ട്രിവാൻഡ്രത്ത് നല്ല ഡീലാണ് പുള്ളിക്ക്, നല്ല ബിസിനസ്സാണ്. അപ്പോ ജോസച്ചായൻ ഹാർബർ നിൽക്കുന്ന വിലയ്ക്ക് ഞങ്ങൾക്കും നല്ല നല്ല മീനുകളൊക്കെ കൊണ്ടുതരും. ഇതൊന്നും അല്ല, കൊഞ്ചും കണവയും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോ ഈ മീൻ വൃത്തിയാക്കുന്നത് ഞാൻ ഒരിക്കലും ഇങ്ങനെ വാങ്ങുന്നിടത്തുനിന്ന് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ജോസച്ചായനെ കൊണ്ടോ ചെയ്യിക്കാറില്ല. സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യാറ്. അതൊക്കെ പഠിച്ച കഥകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടാണ്. അതൊക്കെ ഞാൻ വരുന്നത് പോലെ പറയാം കേട്ടോ. അതൊക്കെ മറ്റൊരു സാഹചര്യത്തില് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോ ഈ മീന് കത്തി കൊണ്ട് നമുക്ക് മുറിക്കാം. അത്യാവശ്യം നമുക്ക് മീൻ വൃത്തിയാക്കുന്നതൊക്കെ കൈകൊണ്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ പാടുപെടുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് പഠിച്ചത് കൊണ്ട് അതിന്റെ നിനക്ക് പ്രശ്നങ്ങൾ കാണും, ആരും എന്ന് വിചാരിക്കല്ലേ. അപ്പോ കൈകൊണ്ട് വാല് ചെതുമ്പല് ഇതൊക്കെ വൃത്തിയാക്കുന്ന സീനാണ് ആദ്യം കാണിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം നമുക്ക് കത്തി കൊണ്ട് ഇതിനെ മുറിച്ചെടുക്കാം. അപ്പോ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണ്, മീൻ വൃത്തിയാക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാണേ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മീനിന്റെ വാല് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ചെതുമ്പലൊന്ന് വൃത്തിയാക്കാണ്. ദേ നോക്കൂ, ഈ മീൻ മുറിക്കുന്നതിന്റെ മെത്തേഡൊക്കെ കാണുമായിരിക്കും. അപ്പൊ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊന്നും ആരും വിചാരിക്കല്ലേ. കാരണം എന്ന് വെച്ചാലേ സ്മിതക്കുട്ടി ഇതൊക്കെ പഠിച്ചത് ഇതൊക്കെ സെൽഫ് ലേണിംഗ് ആണ്. ശ്യാമേട്ടന് ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. സെൽഫ് ലേണിംഗ് സെൽഫ് ലേണിംഗിന്റെ കഥയൊക്കെ ഒത്തിരി ഉണ്ട്. അതൊക്കെ പറയാം. ഇതിന്റെ സൈഡിലുള്ള മുള്ളുകൾ, കോൺഫിഡൻസ് ഉണ്ടാകണം. ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മുള്ളൊക്കെ ഒരു പ്രയാസമില്ലാതെ കയ്യിൽ ഇങ്ങനെ കൊണ്ടു കയറും. എനിക്ക് പിന്നെ ഇതൊക്കെ ഒരു വാശിയായിരുന്നു. ഗീതമയം സംഗീതമയം ഭുവനം നിറയെ രാഗമയം ഗീതമയം സംഗീതമയം ഭുവനം നിറയെ രാഗമയം കിളിമൊഴികൾ ദലമന്മരങ്ങൾ കളകളം പാടും നീർച്ചോലകൾ മുളം പിന്നൽ ശ്രുതി ചേർപ്പ് പാടുന്ന പാട്ടിന്റെ ഇളം ചുണ്ടിലുതിരും ലളിതഗാനം ഗീതമയം സംഗീതമയം ഭുവനം നിറയെ രാഗമയം. ഇതൊക്കെ തൊട്ട് നോക്കി ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ ചില സമയങ്ങളിൽ ചിലയിടത്തൊക്കെ അവശേഷിക്കും. പക്ഷെ കത്തി കൊണ്ട് മുറിക്കുന്നതിന് മുൻപ് ഇതൊക്കെ പക്ക ക്ലീൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ മീൻ വൃത്തിയാക്കൽ പ്രോസസ്സിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ മുറിക്കാൻ പോവാണ്. അപ്പൊ മുറിക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന പോലെ കത്തി വേണ്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെതുമ്പലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുറിക്കണ സമയത്തും പിന്നെ 2-3 വെള്ളത്തിൽ ഒരു 4 വെള്ളത്തിലെങ്കിലും ഞാൻ മീൻ കഴുകുന്ന സമയത്ത് അതൊക്കെ ഇങ്ങ് പോകുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ്
ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, എന്തായാലും ഇത് ഫ്രൈ ആയിട്ട് ശ്യാമേട്ടന്റെ മുന്നേ ചെല്ലണ സമയത്ത് ഒരഴുക്കും ഇതിലുണ്ടാകാറില്ല. ഓക്കെ, അപ്പോ ഇത് ക്ലീൻ ചെയ്യാം. ഇവിടെ എല്ലാം സ്റ്റീൽ പാത്രങ്ങളാട്ടോ. പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, എല്ലാരും ഞങ്ങളോട് ദയവായി ക്ഷമിക്കുക. ഞാനേ മീൻ മുറിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ശ്യാമേട്ടന്റെ കൈ എങ്ങനെയോ തട്ടിയിട്ട് വീഡിയോ പോസ് ആയി പോയിട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാം മുറിക്കണ സീൻ ഉണ്ടായിരുന്നു, അതിപ്പോ ഇതിനകത്ത് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ച് കാണിക്കണം കേട്ടോ. ഇത്തിരി വല്ലാട്ടെടുത്ത കഷ്ണമാണ്. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് മുറിച്ച് കാണിക്കാണ്. കാരണം വെച്ചാൽ ഒരു ചോദ്യം വരും നിങ്ങൾക്ക്, ഈ മീൻ ക്ലീൻ ചെയ്തല്ലേ കാണിച്ചുള്ളൂ, മുറിക്കണത് കാണിച്ചില്ലല്ലോ എന്നൊരു ചോദ്യം വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് മുറിച്ച് കാണിക്കാണ്. പിന്നെ മീൻ മുറിക്കണ മെത്തേഡൊന്നും ആരും ഒന്നും പറയല്ലേ, സ്വന്തമായി മുറിച്ച് പഠിച്ചത്. അതുകൊണ്ട് സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഏട്ടന് പിന്നെ അതൊന്നും പരാതിയില്ല. എങ്ങനെ മുറിച്ചു കൊടുത്താലും എങ്ങനെ കറി വെച്ചു കൊടുത്താലും കഴിക്കും. ഏട്ടൻ മീൻ കഴിക്കാത്ത ആളായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ മീൻ കഴിപ്പിച്ചതാ. ചെറിയ ചെറിയ മീനൊക്കെ കഴിക്കണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോ ഇപ്പം ഞണ്ടും ചെമ്മീനും കണവയും ഒക്കെ കഴിക്കും കേട്ടോ. അപ്പൊ ഞാനിത് ഇപ്പൊ നിങ്ങളത് മുറിച്ച് കാണിക്കാം. ഞാൻ ഇങ്ങനെ മീൻ ചെറുതാക്കാറില്ല കേട്ടോ. ഇങ്ങനെ മീൻ ചെറുതാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത്യാവശ്യം നല്ല വലിയ കഷ്ണങ്ങളാണ് സ്മിതക്കുട്ടി ഫ്രൈ ചെയ്യാറുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്ന് മുറിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ അതിനെ ചെറുതായിട്ടൊന്ന് മുറിക്കുകയാണേ. അപ്പൊ നമ്മള് അയ്യോ അത്യാവശ്യം വലിയ കഷ്ണം വരുന്ന ഒരു ചെറുതാക്കിയപ്പോ സങ്കടം ഉണ്ട് കേട്ടോ. അതെ, അതുപോലൊരു കഷ്ണമാണ് ഇത്. ഞാൻ നേരത്തെ മുറിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ പോസ് ആയി പോയതുകൊണ്ടാണ് കേട്ടാ. ഓക്കെ, അപ്പൊ 1 2 3 നമ്മള് ചെറുതായിട്ട് മുറിച്ചുകൊണ്ടാണ്. പിന്നെ തേത്താല, പിന്നെ വാല്. അത്യാവശ്യം വലിയ വാല് തന്നെയാണ് കേട്ടോ. ഇനി മീനൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമ്പോ ഒത്തിരി വലുതായിട്ടൊക്കെ കൊടുക്കണം എനിക്ക് നല്ല ആഗ്രഹമാണ്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇതിനെ ഒരു മീൻ എടുത്തുള്ളൂ. പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ 2 മീൻ എടുക്കും. കാരണം എന്റെ ഫ്രണ്ട്സിനും കൊടുക്കണം, എന്റെ കൊളീഗ്സിനൊക്കെ സ്നേഹം ചേർത്ത് ഫ്രൈ ചെയ്ത മീനും സ്നേഹം ചേർത്ത് വെക്കണ കറിയും ഒക്കെ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ 2 മീൻ എടുക്കാറ്. ഇവിടെ ഞങ്ങൾ മാത്രമാകുമ്പോഴത്തേക്കും 1 മീൻ എടുക്കുന്നത്. അപ്പൊ എല്ലാരും കാണുന്നുണ്ടല്ലോ, എല്ലാരും മീൻ മുറിക്കുന്നുണ്ട്, കറി വെക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും അങ്ങനെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതല്ല. ഒന്നും ചെയ്യാൻ അറിയില്ല, അല്ലെ എനിക്ക് മീൻ മുറിക്കാൻ അറിയില്ല. അപ്പൊ എന്റെ കൊളീഗ്സ് ഒക്കെ ചില ടീച്ചേഴ്സൊക്കെ പറയും, ടീച്ചറെ ഞാനൊക്കെ മുറിച്ചാൽ മേടിക്കാം, ടീച്ചർ ഇതൊക്കെ എങ്ങനെ മുറിക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ സമൂഹത്തിന് ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാനിപ്പോ മീൻ ഇങ്ങനെ മുറിച്ച് കാണിച്ചത്. അപ്പോ വിചാരിച്ചാൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, എല്ലാം തന്നെ സാധിക്കുന്ന കാര്യമാണ് കേട്ടോ.
പിന്നെ ശ്യാമേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല മോട്ടിവേഷൻ തരുന്നുണ്ട് എപ്പോഴും കേട്ടോ. ശ്യാമേട്ടൻ വന്നതിന് ശേഷം ഞാൻ ചെയ്തു പഠിച്ച ചില ആഹാര സാധനങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് കലത്തപ്പം. എന്ന് വെച്ചാൽ ഈ കലത്തപ്പം എനിക്ക് കലത്തപ്പം വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 4-5 കടയിൽ അന്വേഷിച്ച് കിട്ടിയില്ല. കോവിഡ് ടൈം ആയിരുന്നു അത്. ആ സമയത്ത് എന്നോട് പറഞ്ഞ എല്ലാം ഉണ്ടാക്കണല്ലേ മോള് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കലത്തപ്പം ചോദിച്ച് എന്നെ കൊണ്ട് കലത്തപ്പം ഉണ്ടാക്കിച്ച് കഴിക്കുകയും ചെയ്തു. എനിക്കും തന്ന വ്യക്തിയാണ് ശ്യാമേട്ടൻ. അത്രയ്ക്ക് ധൈര്യമാണ്, ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്നെ പറ്റി കേട്ടോ. അപ്പോ ഇതിനിപ്പോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്താണ്, ഞാനിനി ഈ മീന് ഫ്രൈ ചെയ്തൊരു സിമ്പിൾ കറിയൊക്കെ വെച്ച് ശ്യാമേട്ടന് കൊടുക്കും, ഞാനും കഴിക്കും. പിന്നെ മീന് മുറിക്കണതും മാറിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നതും അല്ലെങ്കിൽ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന എങ്ങനെ, എല്ലാവർക്കും സംശയമുണ്ട്. ചെമ്മീന്റെ വെയിനൊക്കെ ഞാൻ എങ്ങനെ എടുക്കണേ, കണവയുടെ മഷി എങ്ങനെ എടുക്കണേ, ഇതൊക്കെ ചെയ്യൂട്ടോ. ഒക്കെ ചെയ്ത് പഠിച്ചായിരുന്നു ഞാൻ. അപ്പോ അതിന്റെയൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വരാട്ടോ. ചെമ്മീനോ കണവയോ ഒക്കെ കിട്ടുന്ന സമയത്ത്, ജോസ്റ്റേയും കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ചെമ്മീനോ കണവയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യുന്നതും പിന്നെ അത് മാറിനേറ്റ് ചെയ്ത് വെക്കുന്നതും അല്ലെങ്കിൽ മീൻ മാറിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നത്. എനിക്ക് ഫ്രൈ ചെയ്യാൻ ഈസി മെത്തേഡ് ഒക്കെ ഉണ്ട് കേട്ടോ. സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന 2-3 കിഡിൽ മെത്തേഡ്സ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് മറ്റു പണികളിൽ നിന്നുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു 8-10 മീനൊക്കെ എങ്ങനെ ഒരുമിച്ച് ഫ്രൈ ചെയ്ത് എടുക്കാന്നൊക്കെയുള്ള മെത്തേഡോടൊക്കെ ഞാൻ വരാം. അപ്പൊ ഇതെല്ലാരും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമന്റ്സ്, നല്ലതാകട്ടെ ചീത്തയാകട്ടെ, കമന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതാണ്. എല്ലാവരും കമന്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഒരുപാട് പേരുടെ സംശയമായിരുന്നു കറിയൊക്കെ വെക്കണേ എങ്ങനെയാ, ഞാൻ എങ്ങനെയാ ഇത് വെക്കുമ്പോ ഇതിന്റെ ഉപ്പും മുളകും മല്ലിയൊക്കെ കറക്റ്റ് എടുക്കണത് എങ്ങനെയാ, നിങ്ങൾ മറ്റ് പ്രാണികളൊന്നും വീഴാണ്ട് കറി എങ്ങനെയാ വെക്കണേ, അല്ലെങ്കിൽ ചോറ് എങ്ങനെ വെക്കണം, ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംശയങ്ങളൊന്നും ഇല്ലാതെ 3.5 വർഷമായിട്ട് എന്റെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പാവം ശ്യാമേട്ടൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുക. ഞാനിത് കൊണ്ടുപോയി ഫ്രൈ ചെയ്ത് മാറിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ടേ ഏട്ടന് കൊടുക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണട്ടോ. എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. താങ്ക് യു.